പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് താൻ ദൈവതുല്യം കണക്കാക്കിയവരും ഇതിനകത്തുണ്ട് എന്നാണ്. ആ ദൈവതുല്യരായി കണക്കാക്കിയിരിക്കുന്നത് കണ്ഠരര് രാജീവര് ആണോ അറിയില്ല. ആ വിവരം പത്രക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് അറസ്റ്റിന് ശേഷം ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ദൈവതുല്യര് വളരെയധികം ആൾക്കാരുണ്ടെന്നാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ തന്നെ ദൈവതുല്യരായ ശബരിമലയിൽ ഉണ്ടാവാം. പാർട്ടിയുടെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്നവരെ ദൈവതുല്യരായിട്ട് പലരും കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവതുല്യരെ താൻ മാത്രമല്ല പലരും ഉണ്ട് എന്നാണ് കണ്ഠരര് രാജീവര് പത്രക്കാരോട് പറഞ്ഞത്. എന്തായാലും ഇനി SITയുടെ അന്വേഷണത്തിൽ അറസ്റ്റുകൾ ഇപ്പം 13 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അറസ്റ്റിലേക്ക് വരും. കാരണം SIT വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആരൊക്കെ ഇതിനകത്ത് പണം കൈപ്പറ്റിയോ, അത് മന്ത്രിയായാലും മുൻ മന്ത്രിയായാലും അത് ഇപ്പോഴത്തെ മന്ത്രിയായാലും പണം എങ്ങോട്ടൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന്, അത് വിദേശത്തൂടെ കറങ്ങി വന്നോ, നാട്ടിൽ നിന്ന് പലരും അക്കൗണ്ടിൽ കൂടെ വന്നോ, അതൊക്കെ ഇനി SIT പരിശോധിക്കേണ്ടി വരും, പരിശോധിക്കുന്നുണ്ടാവും. മറ്റൊരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കെയർ ഓഫിലും പണം ഉപയോഗിച്ചിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കിട്ടിയ പണം ഉപയോഗിച്ചിട്ട് പലരും പല വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ വേണ്ടി വരും. അതിൻ്റെ ഡീറ്റെയിൽസുകൾ വിദേശത്തേക്ക് യാത്ര നടത്തിയതും അതിനുശേഷം കൊട്ടാരം വെച്ചതും കൊട്ടാരം പോലെയുള്ള വീടുകൾ വെച്ചതും വസ്തുക്കൾ വാങ്ങിക്കൊടുത്തതും പലിശയ്ക്ക് കൊടുത്തതുമൊക്കെ തീർച്ചയായിട്ടും എക്സസ് മണിയാണ്. അതുകൊണ്ട് EDയുടെ കേസിൻ്റെ അന്വേഷണവും പിന്നാലെ വരുന്നു. ഇവരുടെ വസ്തുവകകൾ എവിടെ കൊണ്ട് അതൊക്കെ അറ്റാച്ച് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനത്താണ് തന്ത്രി എന്നാണ് സങ്കല്പം. പതിറ്റാണ്ടുകളായി ശബരിമലയുടെ മുഖമായി വിശ്വാസികൾ കണ്ടിരുന്ന അതേ തന്ത്രി ഇന്നലെ രാത്രി ജയിലിൽ കിടന്നതോടെ ഭക്തരുടെ വികാരത്തിനാണ് മങ്ങലേറ്റിരിക്കുന്നത്. താൻ നിരപരാധിയാണ് എന്ന് കണ്ഠരര് രാജീവര് പറയുന്നുണ്ട് എങ്കിലും ഗൂഢാലോചനയിൽ പങ്കാളി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പോറ്റിയിൽ തുടങ്ങി തന്ത്രിയിൽ എത്തി നിൽക്കുന്ന ശബരിമല കൊള്ളയിൽ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഉന്നതരായ ചിലർ ഇനിയും പിടിയിലാവാനുണ്ട് എന്നാണ് SIT നൽകുന്ന സൂചന. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും സംശയമുനയിലാണ്. കഴിഞ്ഞ മാസം നടത്തിയ ചോദ്യം ചെയ്യലിൽ SITക്ക് മുന്നിൽ കടകംപള്ളി കരച്ചിലിന്റെ വക്കോളം എത്തിയതായാണ് വാർത്തകൾ വന്നത്. കടകംപള്ളിയുടെ മൊഴിയിലെ വിവരങ്ങൾ പൂർണ്ണമായും SIT പരിശോധിച്ചു വരികയാണ്. ഈ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയാൽ കടകംപള്ളിക്കും കുരുക്കാകും. 2025 സ്വർണം പൂശാൻ അനുമതി നൽകിയ അന്നത്തെ ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും. ബോർഡ് അംഗമായിരുന്ന ശങ്കരദാസിനെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിവരം. സ്വർണപ്പാളികൾ കടത്തിയത് എങ്ങോട്ട് എന്നതടക്കം ഇനി വേണം കണ്ടെത്താൻ. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അനുമതിയില്ലാതെയാണ് എന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചതോടെയാണ് ശബരിമല സ്വർണ്ണ കവർച്ച പുറം ലോകം അറിയുന്നത്. ഇതോടെ ശ്രീകോവിലിലെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട 2018 മുതലുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് രേഖകൾ പരിശോധിച്ചപ്പോൾ പാളികളുടെ തൂക്കത്തിൽ വ്യത്യാസം കണ്ടെത്തിയ കോടതി ഈ ഒരു വിഷയം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. പിന്നീടാണ് അയ്യപ്പ ഭക്തരെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നു തുടങ്ങിയത്. പോറ്റിയുടെ അറസ്റ്റിൽ തുടങ്ങി CPM നേതാക്കൾ വരെ അറസ്റ്റിലായി. ഒടുവിൽ ശബരിമല തന്ത്രിയുടെ അറസ്റ്റോടെ കേസ് വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയുമാണ് കേസിൽ തന്ത്രി രാജീവരുടെ അറസ്റ്റിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. പോറ്റിയുമായി തന്ത്രിക്ക് 2 പതിറ്റാണ്ടിന്റെ ബന്ധമുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ വെച്ച് പരിചയപ്പെട്ടതിന് ശേഷമാണ് പോറ്റി 2007 ശബരിമലയിൽ കീഴ്ശാന്തിയായി എത്തുന്നത്. തുടർന്ന് തന്ത്രി കുടുംബവുമായുള്ള അടുത്ത ബന്ധം ഉപയോഗപ്പെടുത്തി പോറ്റി ശബരിമലയിൽ സജീവമാകുകയും സ്പോൺസറിന്റെ റോളിലേക്ക് മാറുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിനൊപ്പം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മൊഴിയും നൽകിയിരുന്നു. വ്യക്തമായ പരിശോധനയ്ക്കും നിയമോപദേശത്തിനും ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് SIT എത്തിയത്. നേരത്തെ അറസ്റ്റ് ചെയ്തവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴികളും സൂചനകളും ഇഴകീറി പരിശോധിച്ചാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നാണ് വിവരം.
ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന്റെ പ്രതീതി ഉണ്ടാക്കാതെ വിവരങ്ങൾ ചോദിച്ചറിയുന്ന രീതിയിൽ തന്ത്രിക്ക് സംശയമുണ്ടാകാത്ത രീതിയിലാണ് SIT സംഘം ഓരോ വിവരങ്ങളും തന്ത്രിയിൽ നിന്ന് ചോർത്തിയെടുത്തത്. ഇതോടെ ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് ശേഷമുണ്ടായ അതേ ആത്മവിശ്വാസത്തോടെയാണ് വെള്ളിയാഴ്ചയും സഹായി നാരായണൻ നമ്പൂതിരിക്കൊപ്പം അന്വേഷണ സംഘത്തിന് മുന്നിൽ തന്ത്രി ഹാജരായത്. പക്ഷേ ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് ഉൾപ്പെടെയുള്ളവരുടെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതി റിമാൻഡ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജയിലിൽ വെച്ച് ഇന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഉടൻ തന്നെ അദ്ദേഹത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ദേവസ്വം മാനുവലിൽ തന്ത്രിയുടെ ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ വരുന്ന ഒരാളാണ് തന്ത്രി എന്നാണ് മാനുവലിൽ പറയുന്നത്. തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടുനിന്നതായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നതായും ആ ബന്ധം ഉപയോഗിച്ചാണ് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ തന്ത്രി അനുമതി നൽകിയത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള താന്ത്രികവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ഒരാളാണ് തന്ത്രി കണ്ഠരര് രാജീവര്. തന്ത്രിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പടിത്തരം എന്നാണ് മാനുവലിൽ പറയുന്നത്. ആദ്യം ഈ പടിത്തരം എന്നത് ദക്ഷിണയാണോ പ്രതിഫലമാണോ എന്നതിൽ അന്വേഷണ സംഘത്തിന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിയമോപദേശം തേടിയ ശേഷമാണ് പടിത്തരം പ്രതിഫലം തന്നെയാണ് എന്നും തന്ത്രി ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളാണ് എന്നും SIT കണ്ടെത്തിയത്. ദേവസ്വം ബോർഡ് സ്വർണ്ണപ്പാളികൾ പോറ്റിക്ക് കൈമാറിയപ്പോൾ തന്ത്രി അത് തടയാൻ തയ്യാറായില്ല. പകരം പാളികൾ കൊണ്ടുപോകാൻ കുറ്റകരമായ മൗനാനുവാദം നൽകിയെന്നും SIT പറയുന്നു. അതേസമയം ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന ഗുരുതര കുറ്റങ്ങളാണ്. ഗൂഢാലോചനയ്ക്കും അഴിമതി നിരോധന നിയമത്തിനും പുറമെ വിശ്വാസവഞ്ചന, വസ്തുക്കളുടെ ദുരുപയോഗം, വ്യാജരേഖ നിർമ്മാണത്തിന്റെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ അധികാരി നടത്തുന്ന വിശ്വാസവഞ്ചന എന്ന കുറ്റവും വിലപ്പെട്ട രേഖകളുടെ വ്യാജരേഖ നിർമ്മാണവും ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതു മുതൽ സംശയ നിഴലിൽ ഉണ്ടായിരുന്ന പേരുകളിൽ ഒന്നായിരുന്നു കണ്ഠരര് രാജീവരുടേതും. ശബരിമലയിൽ 2017 പുതിയ സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠ നടന്നപ്പോൾ പഴയ കൊടിമരത്തിന്റെ മുകളിലെ വാജ്യവാഹനം തന്ത്രി രാജീവരെ കൈവശപ്പെടുത്തിയെന്ന ആരോപണവും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ തുടക്കത്തിൽ ഉയർന്നതാണ്. പഴയ കൊടിമരം മാറ്റുമ്പോൾ അതിനു മുകളിൽ പ്രതിഷ്ഠിച്ചിരുന്ന വാഹനത്തിന്റെ അവകാശം വിവാദമായപ്പോൾ തന്ത്രിക്കാണ് എന്ന് രാജീവര് പ്രതികരിച്ചിരുന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ വാഹനമാണ് കൊടിമരത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുക. ശബരിമലയിൽ അയ്യപ്പൻ വലയം പ്രാപിച്ചിരിക്കുന്നത് ധർമ്മശാസ്താവിലാണ്. ധർമ്മശാസ്താവിന്റെ വാഹനമായി സങ്കല്പിച്ചിരുന്നത് വാജി അഥവാ കുതിരയാണ്. പഞ്ചലോഹത്തിലുള്ള പഴയ വാജി വാഹനം ഇപ്പോൾ രാജീവരുടെ വീട്ടിലാണ് ഉള്ളത്. വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം കത്തെഴുതിയെങ്കിലും ബോർഡ് തയ്യാറായിട്ടില്ല. അതേസമയം തന്ത്രി രാജീവരുടെ അറസ്റ്റ് ശബരിമലയിൽ നടക്കുന്ന മകരവിളക്ക് ഉത്സവത്തിന്റെ ചടങ്ങുകളെ ബാധിക്കില്ല. ഇപ്പോൾ തന്ത്രിസ്ഥാനത്തുള്ളത് താഴമൺ മഠത്തിലെ മറ്റൊരംഗമായ കണ്ഠരര് മഹേഷ് മോഹനരാണ്. ഇപ്പോൾ താഴമൺ കുടുംബത്തിൽ നിന്ന് രണ്ടാമത്തെയാളാണ് പോലീസ് നടപടിയിലും വിവാദത്തിലും പെടുന്നത്. 20 വർഷം മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ശോഭാ ജോണുമായുള്ള ബന്ധത്തിന്റെ പേരിൽ വിവാദത്തിലായ കണ്ഠരര് മോഹനരെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. 2006 ആ ഒരു സംഭവം. തന്ത്രി കണ്ഠരര് മോഹനരെ ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയിട്ടത് കേസിൽ ശോഭാ ജോണും ബെച്ചു റഹ്മാനും ഉൾപ്പെടെ 11 പേർ ജയിലിലായി. ഇതിനുശേഷമാണ് മോഹനരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാതിരുന്നത്. മോഹനർ നേരിട്ടതിനേക്കാൾ ഗുരുതര സ്വഭാവമുള്ള നടപടിയാണ് ഇപ്പോൾ രാജീവര് നേരിടുന്നത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തതിന് പിന്നാലെ നടപടി വേഗത്തിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നീക്കം തുടങ്ങി. പ്രധാന പ്രതികൾ അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് വിവരം. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിയും ഉടനുണ്ടാകും. SIT പ്രതി ചേർത്ത എല്ലാവരെയും പ്രതികളാക്കിയാണ് കൊച്ചി യൂണിറ്റിൽ ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ED അന്വേഷണം. ഏറ്റവും ഒടുവിൽ SIT അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവരും ED പ്രതിപട്ടികയിൽ ഉണ്ടാകും. 2019 സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതിലാണ് അന്വേഷണമെങ്കിലും 2025 വരെയുള്ള വിഷയങ്ങൾ ED അന്വേഷണ പരിധിയിൽ വരും. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ്, ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാടുകളാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇതിനകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു.
സ്വർണം വേർതിരിച്ചെടുക്കുകയും അത് വിൽക്കുകയും ചെയ്തതിലൂടെ ലഭിച്ച പണം ആരിലൊക്കെ എത്തിയെന്നും ആ പണം പോയ വഴികൾ ഏതൊക്കെയാണ് എന്നും കണ്ടെത്തുകയാണ് ഇഡിയുടെ ലക്ഷ്യം. കേസിൽ ഉൾപ്പെട്ട എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിനായി ഇഡി കോടതിയെ സമീപിക്കും. പ്രതികൾ നിലവിൽ റിമാൻഡിലായതിനാൽ കോടതി അനുമതിയോടെ മാത്രമേ ഈ നടപടികൾ സാധ്യമാകൂ. പ്രതികളുടെ സ്വത്തുകളിൽ അസ്വാഭാവികമായ വർധന ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇഡി പരിശോധിക്കും. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ചാണോ ഈ സ്വത്തുക്കൾ വാങ്ങിയത് എന്ന് കണ്ടെത്താനാണ് നീക്കം. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റകൃത്യത്തിന്റെ ക്രിമിനൽ വശങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. എന്നാൽ ഇഡി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ കുറ്റകൃത്യത്തിലൂടെ ആർക്കൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടായി എന്നതിലാണ്. സ്വർണം വേർതിരിക്കൽ നടന്ന ഇടങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരെ ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണ്ണമോഷണ കേസിലും അറസ്റ്റ് ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. കട്ടിളപ്പാളി കേസിലെ സമാന ഗൂഢാലോചനയും ഒത്താശയും ദ്വാരപാലക ശില്പപാളി കേസിലും തന്ത്രി നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. തന്ത്രിയെ കുരുക്കുന്നതിൽ നിർണായകമായത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയാണ്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊളയിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ് എന്നാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അഭിഭാഷകൻ പറഞ്ഞത്. ആചാര ലംഘനം അടക്കം ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ല, കുടുക്കിയത് എന്നാണ് കഴിഞ്ഞ ദിവസം തന്ത്രിയും പറഞ്ഞത്. ഉടൻ പരസ്യ പ്രതികരണത്തിന് ഇല്ലെങ്കിലും തന്ത്രിയെ കുടുക്കിയെന്നാണ് ഹൈന്ദവ സംഘടനകളുടെയും നിലപാട്. വിഷയം പരിശോധിച്ച നിലപാടെന്നാണ് പന്തളം കൊട്ടാരവും ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും തന്ത്രി സമാജവും യോഗക്ഷേമ സഭയുടെയും നിലപാടുകൾ. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ അറസ്റ്റ് ഒരു വസ്തുതയാണ് എന്നും ആരും നിയമത്തിന് അതീതരല്ല എന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ടു പോകണമെന്നും കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കണ്ടുപിടിക്കുക എന്നതാണ് പ്രധാനം. ഇതിൽ ആരുണ്ട് ആരില്ല എന്നതല്ല വിഷയം. അയ്യപ്പന്റെ സ്വത്ത് കവർന്നവർ ആരും രക്ഷപ്പെടരുത്. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം.